വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വേറൊന്നുമല്ല, ഈ കാണുന്ന ഫോട്ടോ ആണ്. ഈ കാണുന്ന ഫോട്ടോ എൻ്റെ മമ്മിയുടെയാണ്. എൻ്റെ മമ്മിയുടെ കല്യാണ സമയത്തുള്ള ഒരു ഫോട്ടോയാണ്. അപ്പോൾ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രശ്നമുണ്ട്, ഈ ഫോട്ടോയ്ക്കകത്ത് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മമ്മിയുടെ ക്രൗൺ ആണ്. ഇത് എവിടെ നിന്ന് ഒപ്പിച്ചെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. ഞാൻ കുറെ ട്രൈ ചെയ്യുന്നുണ്ട് ഈ സാധനം കിട്ടാനായിട്ട്, പക്ഷെ എനിക്കിത് കിട്ടിയിട്ടില്ല. പക്ഷെ എൻ്റെ ഇതിന്റെ ഒരു ചെറിയൊരു വേർഷനാണ് എൻ്റെ കിട്ടിയേക്കുന്നത്. അപ്പൊ അത് വെച്ച് നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഞാൻ പുറത്ത് നല്ല മഴയുണ്ട്, ഫാനുണ്ട്. അപ്പൊ അതിന്റെ ഒരു സൗണ്ട് മേ ബി ഡിസ്റ്റർബ് ഉണ്ടാവുമായിരിക്കും. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം. മമ്മിയുടെ കല്യാണ സമയത്ത് മമ്മി ഒരുപാട് മേക്കപ്പ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല അന്നത്തെ കാലത്ത്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുള്ള ബേസിക് പ്രൊഡക്റ്റ് വെച്ച് നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ വിചാരം. പിന്നെ അത് മാത്രമല്ല, മമ്മി ഒരു ഫെയർ ആയിട്ടുള്ള ഒരു സ്കിൻ ടോണിൽ വരുന്ന ആളാണ്. ആൻഡ് ഞാനെന്ന് പറയുന്നത് മീഡിയം ഡസ്കി സ്കിൻ ടോണാണ്. അപ്പൊ അതനുസരിച്ച് വ്യത്യാസം ഒരുപാട് ഉണ്ടാവും. പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു ആഗ്രഹത്തിന് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതേ. നമ്മുടെ സ്കിൻ ടോൺ മാത്രമല്ല, നമ്മുടെ ഹെയർ ടൈപ്പും ഡിഫറെൻ്റ് ആണ്. മമ്മി ഒരു കേളി ഹെയർ ടൈപ്പും ഞാനൊരു വേവി സ്ട്രെയിറ്റ് ഹെയറുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസും കാണും കേട്ടോ ഇതിനകത്ത്. പിന്നെ ഫസ്റ്റ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്ന് പ്രെപ്പ് ചെയ്യണം. അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഈ പറഞ്ഞ വാസ്ലൈൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ്. നല്ല മോയ്സ്ചറൈസറാണ്. ഞാൻ കറൻ്റ് എൻ്റെ എല്ലാ പ്രോഡക്ട്സും ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ മോയ്സ്ചറൈസർ മാറ്റി, കൺസീലർ, കളർ കറക്റ്റർ, പ്രൈമറൊക്കെ ഞാനൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് യൂസ് ചെയ്യുന്നത് എൻവൈബയുടെ ഈ ഒരു പ്രൈമറാണ്. അത്യാവശ്യം നല്ല പ്രൈമറാണ്. അതുപോലെ കളർ കറക്റ്റർ സ്വിസ് ബ്യൂട്ടിയാണ് യൂസ് ചെയ്തേക്കുന്നത്. എഗെയിൻ ഞാൻ എൻ്റെ കൺസീലർ മാറ്റി. ഞാൻ വർഷങ്ങളായിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഇൻസൈറ്റിലേക്ക് ഞാൻ മാറി. ഇൻസൈറ്റിൻ്റെ HD കൺസീലറാണ്. MN30 ആണ് എൻ്റെ ഷെയ്ഡ്. നല്ല കൺസീലർ, പക്ഷെ ഒരു ഡ്രോബാക്ക് ഉള്ളത് പെട്ടെന്ന് ഡ്രൈ ആകും. ആ ഒരൊറ്റ പ്രശ്നമുള്ളൂ. പിന്നെ കോമ്പാക്റ്റും ഞാൻ ജസ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. മേബ്ലിൻ 330ലേക്ക്. ലാക്മയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ലാക്മെ ഹണി ഡ്യൂ ആണെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്തിട്ടുണ്ട് 330 ടോഫിയിലേക്ക്. നല്ല രീതിയിൽ എൻ്റെ സ്കിന്നിൽ അത് വർക്ക് ചെയ്യുന്നത് എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനിതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ ചിന്തിച്ചത്, മമ്മി അങ്ങനെ ഭയങ്കരമായ മേക്കപ്പ് ഒന്നും അന്ന് ചെയ്തിട്ടുണ്ടെന്ന് മമ്മി പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു സട്ടിലായിട്ട് എന്തൊക്കെയൊക്കെയാണ് ചെയ്തത്. അത് മമ്മിക്ക് തന്നെ ഓർമ്മയില്ല. പിന്നെ ആ ഫോട്ടോ കുറച്ച് പഴയ ഫോട്ടോ ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുമില്ല എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത്. കണ്ണിൻ്റെ ഭാഗം കുറച്ച് ഡാർക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് എൻ്റെ മുഖത്ത് ഇതെല്ലാം കൺസീലറൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മുഖമൊക്കെ ഒരുമാതിരി പ്ലെയിൻ ആയിരിക്കുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഇരുന്ന ഐഷാഡോയ്ക്കകത്തുള്ള ബ്ലാക്ക് ഷെയ്ഡ് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ അവിടെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടി. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മേക്കപ്പായിട്ട് ചെയ്തത്. ഇതിപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മമ്മി എങ്ങനെയാണ് ഹെയർ കെട്ടിയെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. കാരണം മമ്മിയുടെ ഹെയർ ഞാൻ ഫോട്ടോ കാണിക്കാം, ഫുൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ട് ബാക്കിലേക്കാണോ സൈഡിലേക്കാണോ എന്നൊരു പിടുത്തമില്ല. അവസാനം ഞാൻ രണ്ടും കൽപ്പിച്ച് ബാക്കിലേക്ക് ചെയ്യാം എന്ന രീതിയിലാണ് തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തത്രപ്പാടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതുപോലെ പുട്ടപ്പൂ പോലൊന്നും മമ്മി കെട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെറുതായിട്ടൊക്കെ കാര്യങ്ങൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഈ നെറ്റിയിൽ വെച്ചിരിക്കുന്ന ചുട്ടി ആക്ച്വലി എൻ്റെ ഒരു മാലയുടെ ലോക്കറ്റ് സെറ്റ് ചെയ്തേക്കുന്നതാണ്. പിന്നെ ഈ സാരി ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചത് നല്ല ബ്യൂട്ടിഫുൾ അഫോർഡബിൾ ആയിട്ടുള്ള സാരിയാണ്. പിന്നെ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ക്രൗൺ കണ്ടോ, മമ്മിയുടെ ക്രൗൺ 3 തട്ടാണ്. എനിക്ക് ആകെ ഒരൊറ്റ പീസേ കിട്ടിയുള്ളൂ. ആൻഡ് ഞങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മമ്മിയുടെ ഫോട്ടോയും ഞാനും കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഭയങ്കര രസമുണ്ട്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക്